നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ റഫീഖ് ചക്രപാടം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതുപോലെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു ജീവിതമാണ് നമ്മുടെ കലാലയ ജീവിതം. ആ കലാലയ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ, ഒരുപാട് നല്ല ഓർമ്മകൾ, അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെയൊക്കെ പഴയകാല കൂട്ടുകാരികൾ ഒന്നിച്ചു കൂടണം. പഴയ സുഹൃത്തുക്കൾ, എവിടെയൊക്കെയോ ജോലി ചെയ്യുന്നവർ ഒന്നിച്ചു കൂടുന്ന ഒരു അനുഭൂതി, അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെരിഞ്ഞനം RMVH ഹൈസ്കൂളിലെ 93-94 ബാച്ചിലെ എല്ലാ സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപം കൊടുത്തു. അതാണ് തിരികെ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുപാട് നല്ല നന്മകൾ നിറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അവരുടെ 4ാം വാർഷിക പരിപാടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പോകാം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
പൊന്നിന്മേൽ ഒരായിരങ്കിളി കൂടുമേ താമര പങ്കിളി താടിയും നാടുന്ന പൊന്നോരാ. സമസ്ത ലോകാന്തസ്ഥിത സത്യ സ്വരൂപമായോവേ ജീവിതഭാരം ലഘൂകരിപ്പാൻ ജീവിത ഫലമേകാൻ ഈ വിദ്യാർത്ഥി ജീവിതമെങ്ങൾ കിണങ്ങണേന്മേന്മേ സത്യസമത്വ സ്വാതന്ത്ര്യാധിക വിജ്ഞാദർശങ്ങൾ ഒരുക്കിടട്ടെ വിദ്യാഭ്യാസം വിശിഷ്ട മാർഗങ്ങൾ ലോകമിതെങ്ങും സുധർമ്മ സൗഖ്യ വിദ്യാ കേദാരം ഭാരതമേതൻ ഭാവുക ദീപ മാർഗണ കേദാരം രാമസ്മാരക വിദ്യാലയമേ ലക്ഷ്യ സുസാഗരം ശ്രീമത്തായി താൻ വിലസീടണമേ ചിരഞ്ജിതാത്മപരം നമിപ്പു ഞങ്ങൾ നിഞ്ചേ വഴിയേ ജഗന്നിയന്താവേ സമസ്ത ലോകാന്തസ്ഥിത സത്യ സ്വരൂപമായോവേ. നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മുടെ 93-94 തിരികെ എന്ന ഗ്രൂപ്പിൻ്റെ 4ാം വാർഷികത്തിനോടനുബന്ധിച്ച് നാം എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. അതിലെ സ്വാഗത പ്രസംഗം നടത്തുക എന്നുള്ള ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം വളരെ സന്തോഷപൂർവ്വം ഞാൻ നിർവഹിക്കുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷ നൗഷിദ ബക്കറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ടി ടൈസൺ മാസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുവനീർ പ്രകാശനത്തിനായി സുജിത് കയ്പമംഗലം SI പി സുജിത് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുവനീർ നമ്മുടെ സ്കൂൾ മാനേജർ ഫാത്തിമ മോഹനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹെഡ് ടീച്ചർ ബീബ ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണൻ മാഷെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ് മൃദുല ഗിരീഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ നവാസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാമായ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ എന്നാൽ മനസ്സും ശരീരമകലെയും മനസ്സും ഇവിടെയുമായി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മെഡിക്കൽ ടീം അംഗമായ
ഷെഫീഖ് ചെത്തിക്കായിലെ വളരെ ആദരപൂർവ്വം ഈ നിമിഷം ഓർക്കുകയാണ്. ഒപ്പം മെഡിക്കൽ ടീമിൻ്റെ അംഗമായ റഫീഖ് ചക്കരപ്പാടത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാമായ നമ്മുടെ കൂട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് നമസ്കാരം. തിരികെയുടെ 4ാം വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനം നിറഞ്ഞ കയ്പമംഗലം MLA ടൈസൺ മാസ്റ്ററുടെ അസാന്നിധ്യത്തിൽ ഞാനിവിടെ മാസ്റ്റർ ക്ഷണിക്കാണ്. ഈ അഭിമാന മുഹൂർത്ത പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ തിരികെയുടെ ഫൗണ്ടറും സെക്രട്ടറിയുമായ സൂബി റഫീഖ്, ഇന്നത്തെ അതിഥിയും സുവനീർ പ്രകാശന ചടങ്ങിൽ അത് ഏറ്റുവാങ്ങുന്ന കയ്പമംഗലം SI ശ്രീജിത്ത് സാർ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത, PTA പ്രസിഡന്റ് ശ്രീമതി മൃദുല ഗിരീഷ്, തിരികെയുടെ ട്രഷറർ റസിയ ലത്തീഫ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നവാസ് TK, HM ബീബ ടീച്ചർ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, കുട്ടികളെ, ഇന്നത്തെ ഈ പരിപാടി എന്തുകൊണ്ടും മഹത്തരമാണ്. കാരണം 2018 തുടക്കം കുറിച്ച് നമുക്ക് നമ്മുടെ തിരികെ എന്ന ഈ സൗഹൃദ കൂട്ടായ്മ കഴിഞ്ഞ 3 എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും കഴിഞ്ഞ് 4ാമതായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യ രീതിയിലുള്ള വോട്ടിങ്ങിലൂടെയാണ് എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഈ കൊറോണ കാലയളവിൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. എങ്കിലും എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സഹായം എത്തിക്കാൻ കഴിഞ്ഞെന്നത് വളരെ സന്തോഷമുണ്ട്. അതിനൊപ്പം നിന്ന് പ്രവർത്തിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള തിരിയുടെ അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. കൊറോണ തീവ്രമായ സമയത്ത് അവസരത്തിനൊത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതും വളരെ സന്തോഷമാണ്. നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി, അതെല്ലാം ഇവിടെ വിവരിക്കാൻ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എക്സിക്യൂട്ടീവിന്റെ സമയത്താണ് നമുക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്ക് രജിസ്ട്രേഷൻ ലഭിച്ചു എന്നുള്ളത്. അത് വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. 2022 പുതുവർഷത്തിൽ എല്ലാവർക്കും സൗഹൃദാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം ഇവിടെ വന്ന് ചേർന്ന് ഇതിലെല്ലാം പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാമായ RMBHSന്റെ ഹെഡ് മിസ്സസ് ബീന ടീച്ചർ അവരുടെ ആദരപൂർവ്വം ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി നൗഷിദ ബക്കർ, ഇന്നത്തെ 93-94 ബാച്ചിൻ്റെ തിരികെ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കയ്പമംഗലം MLA ശ്രീ ET ടൈസൺ മാസ്റ്റർ, ഇന്നത്തെ ഈ സൊവനിയർ അതിൽ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രം വളരെ വിശദമായി എഴുതിയിട്ടുള്ള നമ്മുടെ മുന്നച്ചമായ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമായ നമ്മുടെ മാനേജിംഗ് കറസ്പോണ്ടന്റ് ശ്രീമതി ഫാത്തിമ മോഹൻ, അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ എല്ലാവരുടെയും ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങളും സദസ്സിലിരിക്കുന്നവരും അതുപോലെ തന്നെ വേദിയിലിരിക്കുന്നവരും എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ഉദ്ഘാടകൻ ശ്രീ ET ടൈസൺ മാസ്റ്റർ, സ്വാഗതം പറഞ്ഞ സൂബി റഫീഖ്, അധ്യക്ഷ ശ്രീമതി നൗഷിദ ബക്കർ, വേദിയിലുള്ള RMBH സ്കൂളിൻ്റെ മാനേജിംഗ് കറസ്പോണ്ടന്റ് ശ്രീമതി ഫാത്തിമ മോഹൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട HM ബീബ ടീച്ചർ, നമ്മുടെ സ്കൂളിലേക്ക് എൻ്റെ മക്കൾ ഇപ്പോൾ LKG മുതൽ ഇവിടെ പഠിച്ചതായതുകൊണ്ട് നിരവധിയായ പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഉണ്ണികൃഷ്ണൻ മാഷെ വളരെ സന്തോഷത്തോടെയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. എല്ലാവരോടും വളരെ
വളരെ സ്നേഹത്തോടെ കുട്ടികളെ കാണുമ്പോൾ മാഷ് പഠിപ്പിച്ച കുട്ടികളെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായി ഇന്നിവിടെ ഒത്തുചേരുവാൻ വേണ്ടി, സംഗമിക്കുവാൻ വേണ്ടി തിരികെ എന്ന ഈ ഒരു കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനിയായ തിരികെയുടെ അധ്യക്ഷ, ഇന്നത്തെ ഈ സംഗമത്തിന്റെ അധ്യക്ഷ കൂടിയായിട്ടുള്ള നൗഷിദ ബക്കർ, ഈ ഒരു ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സൂഫി റഫീഖ്, അതുപോലെ തന്നെ ട്രഷറർ റസിയ ലത്തീഫ്, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള നമ്മുടെ സ്കൂളിന്റെ കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹൻ, ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് നൗഷിദ ബക്കർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ, നമ്മുടെ സ്കൂളിലെ കറസ്പോണ്ടൻസ് മാനേജറൊക്കെ ആയിട്ടുള്ള ഫാത്തിമ മോഹൻ, നമ്മുടെ HM ബീബ ടീച്ചർ, നമ്മുടെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോവനീറിന്റെ പ്രകാശനം ഉൾപ്പെടെ നിർവഹിക്കപ്പെട്ടു. വളരെ ആകർഷകമായി തിരികെയുടെ 4ാം വാർഷികം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സൗഹൃദങ്ങൾ ഒത്തുചേരൽ നടക്കേണ്ട ഒരു സമയമാണ്. സമയത്തിന്റെ ചെറിയ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ഒത്തുചേരേണ്ട ഒരു സന്ദർഭം
സഹോദര്യവും സ്നേഹവും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് എല്ലാവരും വലിയ രീതിയിൽ ഇപ്പോൾ അത് സംബന്ധിച്ച ആലോചന നടക്കുകയാണ്. ഇവിടെയാണെങ്കിൽ തിരികെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. നമ്മുടെ കോവിഡിന്റെ കാലത്തും അല്ലാതും നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കാനുള്ള സന്ദർഭത്തിലും നമ്മുടെ സാമ്പത്തിക സഹായം കൊടുക്കേണ്ട സന്ദർഭത്തിൽ അത്തരം എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘമാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർ തന്നെ നമുക്ക് നേരിൽ കണ്ടറിയാം, വീട് എല്ലാവരും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ആ പഠിച്ചാൽ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ ഒത്തുവരിക എന്ന് പറഞ്ഞാൽ അവർ ഈ തിരികെയുടെ 4ാം വാർഷികാഘോഷത്തെ എങ്ങനെ കാണുന്നു എന്ന് കൂടിയൊരു തെളിവാണ്. നമുക്കിതുപോലെ പൊതുവിടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ എന്തായിരുന്നുവോ അതുപോലെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതകാലത്താണ് നമുക്ക് ഒട്ടും ഒരു പൊയ്മുഖമില്ലാത്ത നാം എങ്ങനെ എന്നുള്ളതിന്റെ കൃത്യമായ രൂപമുള്ള, പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളോട് സാമൂഹികമായിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ പല അർത്ഥത്തിൽ നമുക്ക് ഇടപെടുകയും അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. ദേഷ്യം വരുമ്പോൾ ദേഷ്യവും സന്തോഷം വരുമ്പോൾ സന്തോഷവും ഒക്കെ ഒരു മറയില്ലാതെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ബാല്യകാലം. അതാണ് തീർച്ചയായും തിരികെ എന്ന് പറയുന്നതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്ന് സ്കൂളിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, നമ്മൾ കൂട്ടുകാരെ തമ്മിലുള്ളത്, അന്നുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അന്നുണ്ടായ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഒന്നുകൂടി ആലോചിച്ച് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്താനുള്ള ഒരു നല്ല അവസരമായി ഇതിനെ കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത നിരവധിയായ പ്രശ്നങ്ങളുള്ള ഒരു ദിവസമായി പോയി. അത് നേരത്തെ കൂട്ടി തീരുമാനിച്ചതല്ല, അല്ലാതെ വന്നതാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഒട്ടും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ സൗഹൃദ കൂട്ടായ്മ, തിരികെ എന്ന് പറയുന്ന കൂട്ടായ്മ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, പ്രവർത്തിക്കാൻ, യോജിപ്പോടെ തലങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒപ്പം തന്നെ സോനിയർ നല്ല രീതിയിൽ, ഞാൻ മൊത്തം എൻ്റെ ആശയമൊന്നും വായിച്ചിട്ടില്ല, എന്നാലും അതിന്റെ കെട്ടുമട്ടും മാത്രമേ ഇപ്പൊ കാണാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും നല്ലവണ്ണം അക്കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി പരിപാടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട നസീറിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന് 2 കുടുംബമാണുള്ളത്. ആദ്യത്തെ കുടുംബത്തിന്റെ ഭൂമിയുടെ രജിസ്ട്രേഷൻ, അതിന്റെ ഫണ്ട് പൂർണ്ണമായും നമ്മുടെ ഗ്രൂപ്പാണ് കൈമാറിയത്. അതില് ഒരുപാട് പേര് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് പേര് അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സന്ദർഭത്തിൽ അവരൊക്കെ ആദരപൂർവം ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. കൂട്ടത്തിൽ അവരെല്ലാവരെയും ബെൻസി, ഷഹന, ഷമി താജു, ഷമി അക്കു, റാഫി, നൗഷാദ് സിക്കെ, അങ്ങനെ തുടങ്ങി പ്രാരംഭകാലം മുതൽ നമ്മുടെ ഗ്രൂപ്പിനോട് പ്രതിബദ്ധത കാണിച്ചിട്ടുള്ള നിലവിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അടക്കം എല്ലാവരും വേദിയിൽ വന്ന് ഈ ആധാരത്തിന്റെ ഒറിജിനൽ പകർപ്പ് ആ കുടുംബത്തിന് കൈമാറണമെന്ന് ആദരപൂർവം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിൽ നമുക്ക് വിഭാഗീയതയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും വേദിയിൽ വന്ന് നല്ല മനസ്സോടെ ഇത് കൈമാറി കൊടുക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും വേദിയിൽ വരിക. തിരികെയുടെ 4ാം വാർഷിക പരിപാടിയിലെ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 2ാം ഭാഗവുമായിട്ട് പുതിയ വീഡിയോ ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എന്നും നന്മകളുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.